another session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയാസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ്. ഫ്രം ദ വേർഡ് മീനിങ് ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാവും ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്, അതിന്റെ ഏരിയാസ് കണ്ടുപിടിക്കാനാണ്. സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദീസ് ഓൾ ആർ പോളിഗൺസ് അല്ലേ? First one is a triangle, second one is a square, third one is a pentagon, and fourth one is a hexagon. അപ്പം നമ്മൾ ഓൾറെഡി പോളിഗൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് in your lower classes. അപ്പം അതിൽ നമ്പർ ഓഫ് സൈഡ്സ് ഇപ്പം ഞാൻ ഫസ്റ്റ് പോളിഗണിന്റെ ചോദിച്ചാൽ യു ക്യാൻ സീ ഇറ്റ് ഇസ് 3. For a square the number of sides is 4, and for a pentagon it is 5, and for a hexagon you can see it is 6 ആണല്ലോ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എന്താണ്, ഓരോ പോളികളിൽ നിന്ന് അടുത്ത പോളികളിലേക്ക് പോകുമ്പോഴത്തേന് സൈഡ് കൂടി കൂടി വരുന്നുണ്ട്. ആൻഡ് ഇഫ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഡസ് ദിസ് ഏരിയ ഓൾസോ ഇൻക്രീസ്? ഡെഫിനറ്റ്ലി. നമ്മൾ സൈഡ്സ് കൂടുമ്പോഴത്തേക്കിന്, പോളിഗന്റെ സൈഡ്സ് കൂടുമ്പോഴത്തേക്കിന് ഓരോ പോളിഗണിൽ നിന്ന് നെക്സ്റ്റ് പോളിഗൺ വരുമ്പോഴത്തേന് ഏരിയാസ് കൂടും. ബട്ട് ഇഫ് ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ, ഈ ഒരു പോളിഗൺസിന്റെ ഏരിയ ഓഫ് ദ സർക്കിളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. അതായത് നമ്മൾ സൈഡ്സ് കൂടുന്തോറും നമുക്കറിയാം ട്രയാങ്കിളിൽ നിന്ന് സ്ക്വയറിലേക്ക് വന്നു, സ്ക്വയറിൽ നിന്ന് പെന്റഗൺ ടു ഹെക്സഗൺ, ഇനി ഹെക്സഗണിൽ നിന്ന് ഹെപ്റ്റഗൺ ടു ഒക്ടഗൺ, അങ്ങനെ ഡിഫറെന്റ് ഇതിലേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സർക്കിളുമായിട്ട് എത്തിച്ചേരുന്ന ഒരു പോളിഗണായിട്ട് പോകും. അതായത് നമ്പർ ഓഫ് സൈഡ്സ് കൂടിക്കൂടി വരുമ്പോൾ ഓൾമോസ്റ്റ് എന്താണ്, ഏരിയ ഓഫ് ദാറ്റ് പോളിഗൺ എന്ന് പറയുന്നതും അപ്രോക്സിമേറ്റ്ലി അത് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ സർക്കിൾ ആയിട്ട് മാറുന്നു. ആ ഒരു റിലേഷൻ ആണ് ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ആസ് ദ നമ്പർ ഓഫ് സൈഡ്സ് of these polygons increase, what happened to the area of these polygons also get closer and closer to the area of the circle. അതായത് പോളിഗൺസിന്റെ ഈ ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു എന്താണ്, ഈക്വൽ എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് ഈക്വൽ അല്ലെ, ക്ലോസർ വാല്യൂ ആയിട്ട് വരും. ആരുമായിട്ട്? ഏരിയ ഓഫ് ദ സർക്കിളുമായിട്ട്. Now here we have to learn about what is the area of a circle. Definitely നമുക്ക് അറിയണമല്ലോ what is the area of the circle എന്നുള്ളത്. നമ്മൾ ഇത്രയും നാളും പഠിച്ചതിനകത്ത് നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നൗ നമുക്ക് അതിനു വേണ്ടി വീണ്ടും നമുക്ക് എന്താണ്, നമ്മുടെ ഒരു എന്താ പറയാ, ഒരു പെന്റഗൺ നമുക്ക് എടുക്കണം. സോ ടു കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സർക്കിൾ വൺ മസ്റ്റ് നോ ഹൗ ദ ഏരിയ ഓഫ് ദിസ് പോളിഗൺസ് ഇൻക്രീസ്. ഞാൻ പറഞ്ഞു ആ ഒരു പോളിഗൺസിന്റെ സൈഡ്സ് കൂടുന്തോറും പോളിഗൺസിന്റെ ഏരിയ കൂടി കൂടി ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു സർക്കിൾ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ആ ഒരു ഫേസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് ഒരു പോളിഗൺ എടുക്കുന്നു, ആ പോളിഗന്റെ ഏരിയ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ സർക്കിളിന്റെ ഏരിയയും ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഒരു പോളിഗൺ എടുക്കുന്നു, ആ പോളിഗന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, അത് വെച്ചിട്ട് ആ ഒരു നമുക്കൊരു ജനറലൈസ് ചെയ്ത് നമുക്ക് കിട്ടും. ആ ജനറലൈസേഷൻ വെച്ചിട്ട് നമ്മൾ എന്താണ്, സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്താ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പോളിഗൺസിന്റെ എണ്ണം അല്ലെങ്കിൽ സൈഡ്സ് കൂടുന്തോറും അതെന്താണ്, ഏരിയ ക്ലോസർ ടു ദ സർക്കിൾ, അപ്പൊ ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു ആയിട്ട് മാറും. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് വരുന്ന ഏരിയാസ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനൊരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഓരോ തവണ നമ്മൾ ഓരോ പെന്റഗൺ കണ്ടുപിടിച്ചോ, അല്ലെ നമുക്ക് ഓരോ തവണ ഓരോ പോളിഗന്റെ ഏരിയ കണ്ടുപിടിച്ച് സർക്കിളിലേക്ക് എത്താൻ പറ്റുന്ന കാര്യം എളുപ്പമല്ല. ദാറ്റ് ഇസ് ആക്ച്വലി എ ലോങ് ടീഡിയസ് പ്രോസസ് അല്ലെ. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്റഗൺ എടുക്കുന്നു, ഒരു പോളിഗൺ എടുക്കുന്നു. ഇനിയും ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇവിടെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സർക്കിളും കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട്. സർക്കിൾ അതിനകത്തിൽ നിൽക്കുന്ന ഒരു പെന്റഗൺ ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഓരോ വേർട്ടിസസ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 1 2 3 4 and 5. അപ്പൊ 5 വേർട്ടിസസ് ഉണ്ട്. കാര്യം അത് പെന്റഗൺ ആണ്, 5 സൈഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് 5 വേർട്ടിസസും ഉണ്ട് ആണല്ലോ. ഈ വേർട്ടിസസിനെ എല്ലാം ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവല്ലോ, ആ സെന്ററിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ, വാട്ട് യു വിൽ ഗെറ്റ്. അതായത് ഓരോ വേർട്ടിസിനും സർക്കിളിന്റെ സെന്ററിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാണ്. ഞാൻ കൈ കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് കറക്റ്റ് ലൈൻസ് വരില്ല.
ഇപ്പൊ നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ജോയിൻ ദ വേർട്ടീസസ് ഓഫ് ദ പോളിഗൺ ടു ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് യു വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ, റൈറ്റ്? ഇപ്പം ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. ടോട്ടലി യു ഗെറ്റ് 5 triangles. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏരിയ ഓഫ് ദിസ് പോളിഗൺ എന്ന് പറയുന്നത് സം ഓഫ് ഏരിയാസ് ഓഫ് ദിസ് ഈക്വൽ ട്രയാങ്കിൾസ്. അതായത് എല്ലാ ട്രയാങ്കിൾസും ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുക, ബാക്കി 5 എണ്ണത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഏരിയ ഓഫ് ദ പോളിഗൺ. കിട്ടത്തില്ലേ? മനസ്സിലായോ? അതായത് വേർട്ടിസസിൽ നിന്നും സെന്ററിലേക്ക് ലൈൻ ജോയിൻ ചെയ്യുക, അപ്പോൾ നമുക്ക് ഓരോ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പൊ പെന്റഗൺ ആയതുകൊണ്ട് 5 ട്രയാങ്കിൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, യു ജസ്റ്റ് ഹാവ് ടു ആഡ് അതർ ഏരിയ, മറ്റേ ബാക്കി ട്രയാങ്കിൾസിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അത് ചെയ്തു കഴിയുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ്, യു ആർ ആക്ച്വലി ഫൈൻഡിങ് ദി ഏരിയ ഓഫ് ദാറ്റ് പോളിഗൺ. ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ ദിസ് ഏരിയ ഓഫ് ദ പെന്റഗൺ വി ആർ ഫൈൻഡിങ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സിലേക്ക് പോയാലോ? അതായത് സപ്പോസ് ഇപ്പൊ പെന്റഗണ്ടെ നമ്മളിപ്പോ മാർക്ക് ചെയ്തു, വേർട്ടിസസിലേക്കൊക്കെ ജോയിൻ ചെയ്തു, ആൻഡ് ഐ നെയിംഡ് ദിസ് സൈഡ് as യെസ്. ഞാൻ ഈ എസ് എന്ന് പറഞ്ഞെടുത്തു. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് എസ്? ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ പെന്റഗൺ. അപ്പൊ ഈ ഒരു സൈഡുകളിനെയാണ് ഞാൻ ഇവിടെ എസ് എന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിൾ എടുത്തു. അപ്പം ഈ ട്രയാങ്കിളിന്റെ ഇനി കണ്ടുപിടിക്കേണ്ടത് സെന്റർ നമ്മുടെ സെന്റർ ഉണ്ടല്ലോ, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതിന് ഞാൻ നെയിം കൊടുത്തു എച്ച് എന്ന്. സോ വാട്ട് ഇസ് ദാറ്റ് ആക്ച്വലി എച്ച്? എച്ച് ഇസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു എനി സൈഡ്. അപ്പൊ നമ്മൾ വേറെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഈ ഒരു 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ എച്ച്, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയും, ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ. സോ നമുക്കിനി ബാക്കി എന്താ ചെയ്യുന്നത്? ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കാമല്ലോ. കാര്യം ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെ? സോ വാട്ട് ഇസ് ദ ബേസ് ഓവർ ഹിയർ? യെസ്. ആൻഡ് വാട്ട് ഇസ് ദ ഹൈറ്റ്? ഇറ്റ് ഇസ് എച്ച്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. ഇനി ബാക്കി പെന്റഗണ്ടെ കിട്ടണമെങ്കിൽ ബാക്കി 5 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഇൻറ്റു 5 ചെയ്താൽ മതിയല്ലോ. സോ 5 ഇൻറ്റു 1/2 ഇൻറ്റു എസ് എച്ച്. ഇനി വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ പെന്റഗൺ എന്ന് പറയുന്നത് എന്താണ്? യു ക്യാൻ സീ ഓവർ ഹിയർ ഹാഫ് ഇൻറ്റു 5s ഇൻറ്റു എച്ച്. അതായത് ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ഈ 5നെ നമ്മൾ ഇപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുവന്നു, ഹാഫിനെ ഇപ്പുറത്തേക്ക് മാറ്റി. സോ ഹാഫ് ഇൻറ്റു 5s ഇൻറ്റു എച്ച്. എങ്ങനെ നമ്മൾ ചെയ്തേ? ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിളിനെ ഇൻറ്റു 5 ചെയ്തു. കാര്യം 5 ട്രയാങ്കിൾസ് ഉണ്ട് പെന്റഗണില്. ആ 5നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. വാട്ട് ഇസ് ദിസ് ആക്ച്വലി? ദിസ് 5s. ഇപ്പൊ നമ്മൾ ഈ ഒരു പെന്റഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അല്ലെ? പെരിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ പെന്റഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെന്റഗണിന്റെ എന്നല്ല, ഏതൊരു പോളികളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ഇറ്റ്സ് സൈഡ്സ് ആണ്. ആണല്ലോ? ഈ ഒരു ഫാക്ടർ എന്താണെന്നറിയാവല്ലോ. അപ്പം ഇവിടെ നമുക്ക് ഒരു സൈഡ് എസ് ആണെന്നറിയാം. അപ്പൊ എസ് പ്ലസ് എസ് പ്ലസ് എസ് പ്ലസ് എസ്, നമ്മൾ 5 തവണ എസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാണ്? 5s അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും? പെരിമീറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഓർ യു ക്യാൻ സേ ദ ഏരിയ ഓഫ് ദ പെന്റഗൺ എന്ന് പറയുന്നത് യു ഗെറ്റ് ആൻ അനദർ ഇക്വേഷൻ, ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. വാട്ട് ഇസ് ദാറ്റ് ഇക്വേഷൻ? ഏരിയ ഓഫ് ദ പെന്റഗൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P into H. What is this P? It is the perimeter. And what is this H? It is the length of the perpendicular from the center of the circle to any side. Understood? ഇങ്ങനെയാണ് നമ്മൾ പെന്റഗണിന്റെ ഏരിയ കണ്ടുപിടിച്ചത്. Understood? Now, let's see this important result ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഏരിയ ഓഫ് ദ പോളി. ഇപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്താലും പറയാൻ പറ്റും ഏരിയ ഓഫ് ദ പോളിഗൺ എന്ന് പറയുന്നത് ഒരു ഹാഫ് ഇൻറ്റു, അതായത് ഹാഫ് ഇൻറ്റു അതിന്റെ പെരിമീറ്റർ ഇൻറ്റു എച്ച്, ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദാറ്റ് സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോളിഗണിന്റെ തന്നെ ഏരിയ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ അത് എഴുതിയതാണ്, ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് പി? പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ. അണ്ടർസ്റ്റുഡ്? ദിസ് ഇസ് എ ഇമ്പോർട്ടന്റ് റിസൾട്ട്. നമ്മളിപ്പോ ഇത് ഏരിയ ഓഫ് ദ പോളിഗൺ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ഒരു ഇക്വേഷൻ ആണ്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു പോളിഗൺസിനെ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഗെറ്റിംഗ് ക്ലോസർ ടു ദ ഏരിയ ഓഫ് സർക്കിൾ എന്നാണ് പറഞ്ഞത്, ആണല്ലോ. അപ്പൊ ആ ഒരു ക്ലോസ്നെസ്സിലേക്ക് എത്താൻ വേണ്ടി നമുക്ക്
എന്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്യണം. അതെന്താ നോക്കാം. നമ്മൾ ആദ്യം കണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ഡിഫറെന്റ് ഷേപ്സിനകത്ത് നമ്മൾ ആദ്യം പഠിച്ച സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ആസ് എ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതോറും ഏരിയ ഓഫ് ദിസ് പോളിഗൺസ് എന്ന് പറയുന്നത് ഗെറ്റ് ക്ലോസർ ടു ദ ഏരിയ ഓഫ് ദ സർക്കിൾ. അങ്ങനെയാകുമ്പോൾ മുമ്പേ നമ്മൾ പഠിച്ച ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എച്ച് ഇക്വേഷനകത്ത് ഈ ഒരു ട്രയാങ്കിളിന്റെ നമ്മളിപ്പോ എടുക്കുവാണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു P1 എന്ന് വിളിക്കാം. അതിന്റെ പെരിമീറ്റർ P1 ഇൻറ്റു H1. ഇതിന്റെ ഹാഫ് ഇൻറ്റു P2 ഇൻറ്റു H2. ഇതിന്റേതോ പെന്റഗന്റെ ഹാഫ് ഇൻറ്റു P3 ഇൻറ്റു H3. ഇപ്പൊ നമ്മൾ സെറ്റ് ഓഫ് ഫിഗേഴ്സ് എടുത്ത് വെക്കാണ്. ഓരോന്നിനും ജസ്റ്റ് റാൻഡം ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഓർഡറിൽ 1 2 3 4 എന്ന് പറഞ്ഞ് റാൻഡം ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഓരോന്നിന്റെ ഏരിയ നമുക്ക് കിട്ടും. ഇതുകൊണ്ട് മാത്രം മതിയോ? പോരാ. ഇനി നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സർക്കിളിന്റെ ഏരിയ ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഏരിയ ഓഫ് ദ പോളുകൾ നമ്മൾ പഠിച്ച ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എച്ച് ആണ് ആണല്ലോ. ഈ എച്ച് എന്ന് പറയുന്നത് വെൻ യു ടേക്ക് ദ സർക്കിളിന് ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ നമുക്ക് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ? ഇല്ല. കാര്യം നമ്മൾ സെന്ററിൽ നിന്ന് അതിന്റെ വേർട്ടിസസ്, നമുക്കിപ്പോ വേർട്ടിസസും പറയാൻ പറ്റില്ല, കാരണം സർക്കിൾ എന്ന് പറയുന്ന ഒരു റൗണ്ട് ഷേപ്പ് ഫിഗർ ആണല്ലോ. മറ്റേന്റെ കൂട്ട് വേർട്ടിസസ് ഇല്ല. അതാണ് ഓർക്കേണ്ടത്. സർക്കിളിന് നോ വേർട്ടെക്സ്, നമുക്ക് ജോയിൻ ചെയ്യാൻ ഇവിടെ വേർട്ടെക്സ് ഒന്നും ഇല്ല. അതേപോലെ കൂർത്ത ഏരിയ, അതായത് രണ്ട് സൈഡ് കൂട്ടിമുട്ടുന്ന ഏരിയ, അങ്ങനെ ഇല്ല. സൈഡ്സ് ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ സൈഡ്സ് ഒന്നും ഇല്ലാത്ത ഈ സർക്കിളിന് നമ്മൾ എങ്ങനെ എച്ച് കണ്ടുപിടിക്കും? ഈ എച്ച് ഇവിടെ ആപ്ലിക്കബിൾ ആണോ? അല്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? സെന്റർ ഓഫ് സർക്കിളിൽ നിന്ന് സൈഡ് എന്ന് പറയാൻ പറ്റില്ല, ആ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. അത് ഏതാണ്? റേഡിയസ് ആണ്. അപ്പൊ ആക്ച്വലി നമ്മുടെ ഈ എച്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? യെസ്, ഡെഫിനറ്റ്ലി വി ക്യാൻ സേ. അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പെരിമീറ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് ദിസ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ? 2πr. അത് മൊത്തം നമ്മുടെ സർക്കിളിനെ ചുറ്റുന്ന സർക്കംഫറൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയും. സം ഓഫ് ഹിസ് സൈഡ് നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം സർക്കിളിനകത്ത് അങ്ങനെ സൈഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല, അല്ലെങ്കിൽ വേർട്ടെക്സ് എന്ന് പറയുന്ന കാര്യമേ ഇല്ല. അപ്പൊ നമുക്കൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ എന്ന് പറഞ്ഞിട്ട് എച്ച് എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. അതന്നെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റേഡിയസ് ആയിട്ട് പറയാൻ. കാര്യം അത് സെന്ററിൽ നിന്ന് പോകുന്ന ലൈൻ ആണല്ലോ ടു ദി അതിന്റെ പെരിമീറ്റർ, അല്ലെങ്കിൽ ആ ഒരു ഫുൾ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എച്ചിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ എന്ന് വിളിക്കാം. അപ്പൊ 5 ആണെങ്കിൽ നിയർ ടു 5 തന്നെ ആയിരിക്കും റേഡിയസും കിട്ടുക. അതാണ് ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്. ഇനി പെരിമീറ്റർ ഞാൻ പറഞ്ഞു, സർക്കിളിന്റെ പെരിമീറ്റർ 2πr. യു ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ പ്രീവിയസ് സെക്ഷൻ. അപ്പൊ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ അറിയാം. ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച്, ഇപ്പം എച്ച് അല്ല, ഇവിടെ ആർ ആണ്. ഇതിൽ നിന്ന് 2 കട്ടായി പോലും. വാട്ട് യു വിൽ ഗെറ്റ്? പൈ ഇൻറ്റു r into r, or you can say it is pi. r into r എന്താ? r square ആണല്ലോ. That is, this is the equation of a circle. Area of a circle എന്ന് പറയുന്നത് it is pi into r square. അതായത് റേഡിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ എന്താണ്? ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എച്ച് ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എടുത്തു. അതേപോലെ തന്നെ എച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം സർക്കിളിന് വേർട്ടെക്സും ഇല്ല, സൈഡ്സും ഇല്ല. അത് ആക്ച്വലി അതെന്താണ്? നമ്മളുടെ റേഡിയസ് ആയിട്ട് ഇക്വലന്റ് ആണ്. സോ എച്ചിനെ നമ്മൾ ആർ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്തു, പെരിമീറ്റർ ഇട്ട് കൊടുത്തു. വിൽ ഗെറ്റ് ദ ആൻസർ ആസ് പൈ ആർ സ്ക്വയർ. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ഏരിയ ഓഫ് എ സർക്കിൾ. സോ ഇഫ് യു ഹാവ് ദ റേഡിയസ്, ഇപ്പൊ ഡയമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്, അറിയാമല്ലോ. ഇപ്പൊ ഡയമീറ്റർ 10 ആണ്, അപ്പൊ റേഡിയസ് 5. അപ്പൊ അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ പൈ ആർ സ്ക്വയർ ചെയ്യുക. അപ്പൊ റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് പൈ? പൈ എന്ന് പറയുന്നത് 3.14 അല്ലെങ്കിൽ 22/7 എന്നുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? ദിസ് ഈസ് ദ area of the circle, and we have derived starting from the area of a polygon by taking example as a pentagon. Understood? Now let's see the important result from this what we have discussed. The area of a circle എന്ന് പറയുന്നത് is half the product of its perimeter by its radius. ഞാൻ പറഞ്ഞു എച്ച് ഇവിടെ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ എടുക്കാൻ പറ്റില്ല, റേഡിയസ് ആയിട്ട് നമ്മൾ എടുത്തു. Now ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്
ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പൈ ടൈംസ് ദി സ്ക്വയർ ഓഫ് ദ റേഡിയസ് ദാറ്റ് ഇസ് പൈ ആർ സ്ക്വയർ. ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ഏരിയ ഓഫ് ദ സർക്കിൾ. ഇത് ഓർത്തിരിക്കുക. ദിസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അണ്ടർസ്റ്റുഡ്? ഇതാണ് നമ്മൾ പ്രൂഫ് കണ്ടത്. Now let's see the problems. Area of a circle of radius 10 centimeter. അപ്പോൾ radius എത്രയാണ്? 10 centimeter തന്നിട്ടുണ്ട്. Quickly you can find the answer. What is the area? Area is equal to pi r square. Definitely നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇതാണ്. പൈ r square എന്ന് പറയുന്നത് 10 square ആണ്, which is nothing but 100 pi സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റും കൂടി ഇടുക, കാരണം റേഡിയസ് തന്നിട്ടുണ്ട് സെന്റിമീറ്ററിലാണ്, അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഏരിയയുടെ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതേപോലെ തന്നെ ഓർക്കുക, ഇവിടെ 100 പൈ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. പൈയുടെ വാല്യൂ വേണമെങ്കിൽ 3.14 യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ 22/7 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആൻസറിലേക്ക് എത്താം. ഇൻ കേസ് ഇപ്പം അതൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് 100 പൈ ആയിട്ട് ഇട്ടാലും ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇനി അതല്ല പ്രോബ്ലംസ് സ്പെസിഫിക്കലി പറയാണ് യൂസ് പൈ ഇസ് ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈ ഈക്വൽ ടു 3.14 എന്നുള്ളത് നമ്മൾ സൊല്യൂഷനിൽ യൂസ് ചെയ്യണം, അങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. മോസ്റ്റ് ഓഫ് ദ കേസ് ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും 100 പൈ എന്ന് പറഞ്ഞായിരിക്കും ഇടുക, അല്ലെങ്കിൽ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടായിരിക്കും ചെയ്യുക. മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾസ് ആയിട്ട് പോവാണേ. Now this is what is the area of the circle of radius 5 cm. Quickly tell me the answer. R എന്ന് പറയുന്നത് 5 cm ആണ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ വരും. അപ്പം ജസ്റ്റ് ആ ഒരു ഇക്വേഷനുമായിട്ട് നിങ്ങളൊന്ന് യൂസ്ഡ് ആവാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നതാണ്. സോ പൈ ഇൻറ്റു 5 സ്ക്വയർ. 5 സ്ക്വയർ എന്താണ്? 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റും കൂടെ ഇട്ട് കൊടുക്കണം. സോ ദിസ് ഇസ് ഏരിയ. നൗ ലെറ്റ്സ് സീ ദ പ്രോബ്ലം. ഇനിയാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ഒരു പ്രോബ്ലത്തിൽ വരുന്ന ഒരു ഫസ്റ്റ് കൈൻഡ് ഓഫ് ഇതാണ്, എന്തെങ്കിലും ഒരു ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ചോദിക്കും. അപ്പൊ എന്താണ്, മൊത്തത്തിൽ നിന്ന് മൈനസ് കുറച്ച് പോർഷൻ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഏരിയ കിട്ടും. അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരിക. അതായത് ഏരിയ ഓഫ് ദ റിംഗ്, അതായത് ഈ ഒരു ബ്ലൂ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു റിങ്ങിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ബ്ലൂ ഷെയ്ഡ് റീജിയന്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഔട്ടർ സർക്കിളിലേക്ക്, അതായത് ഞാനിപ്പോ സർക്കിൾ നമ്പർ 1 സർക്കിൾ നമ്പർ 2 എന്ന് വിളിക്കുവാണെങ്കിൽ സർക്കിൾ നമ്പർ 1ലേക്കുള്ള റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ. ആൻഡ് സർക്കിൾ 2ലേക്കുള്ള റേഡിയസ് എത്രയാണ്? ഇത് R2, ഇത് R1 ആണ്. അപ്പം നമുക്ക് R1 R2 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏരിയ ഓഫ് ദി ഔട്ടർ സർക്കിൾ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ജസ്റ്റ് നമ്മുടെ മെയിൻ ഇക്വേഷൻ യൂസ് ചെയ്യാൻ മതി. ഏരിയ ഓഫ് ദ ഔട്ടർ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിനെ pi into R1 square, which is equal to pi into 2.5 square, which is equal to 6.25 pi centimeter square. ഇനി area of the inner circle എന്ന് പറയുന്നത് ഏതാണ്? C2, അതായത് റേഡിയസ് 2 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? pi into R2 സ്ക്വയർ. അപ്പൊ ജസ്റ്റ് ഞാൻ അത് R1 R2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇട്ടതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പക്ഷെ വാല്യൂസ് തെറ്റിപ്പോവല്. ഇപ്പൊ 2 സ്ക്വയർ 4 വരും, 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ വരും. അപ്പം ഇതുകൊണ്ട് മതിയോ? നോ, വി നീഡ് ദ ഏരിയ ഓഫ് ദിസ് റിംഗ്. ഈ റിംഗിന്റെ മൊത്തം ഏരിയ ആണ് വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാര്യം ഔട്ടർ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ വെളിയിലോട്ട് പോകും, ഇത്രയും ഫുൾ ഏരിയ കവേർഡ് ആകും, ആണല്ലോ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കിന്. ഇനി ഇന്നർ സർക്കിൾ ആകുമ്പോഴോ ഇത്രേ പോകത്തുള്ളൂ, ആണല്ലോ. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വെളിയിലത്തേത് മൈനസ് കുറച്ച് പോർഷൻ അകത്തേത് റിമൂവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഏരിയ ഓഫ് ദ റിംഗ്. അതായത് വി നീഡ് ടു സബ്ട്രാക്ട്, അല്ലെ? സോ ഏരിയ ഓഫ് ദ റിംഗ് എന്ന് പറയുന്നത് ഔട്ടർ സർക്കിളിന്റെ ഏരിയ, ദാറ്റ് ഇസ് ലെറ്റ് ഇറ്റ് ബി A1 ആൻഡ് ദിസ് ലെറ്റ് ഇറ്റ് ബി A2. A1 മൈനസ് A2 ആയിരിക്കും. So 6 which is a bigger value, 6.25 pi minus 4 pi, and you get it as 2.25 pi centimeter square. ഇതായിരിക്കും ഇതിന്റെ ഏരിയ. കാര്യം ബിറ്റ്വീൻ ചെറുതായിരിക്കും, മറ്റേതും അല്ല എന്നാൽ ബിഗർ വാല്യൂ അല്ല, ഇടയ്ക്ക് കിടക്കും. അണ്ടർസ്റ്റുഡ്? This is how we are finding the area of the ring. Now let's see the next question. Find the difference between the areas of the circle and the polygon up to 2 decimal places. ഇത് ശ്രദ്ധിച്ചോ, 2 decimal places ആണ്. അപ്പൊ നമുക്ക് പൈ എന്ന് പറയുന്ന വാല്യൂ എവിടെയെങ്കിലും വന്നാലും ആ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം, പൈ ആയിട്ട് ഇടാൻ പാടില്ല. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ് ടു 2 decimal places എന്ന് പറയുമ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പൈ ആയിട്ട് തന്നെ ലീവ് ചെയ്തു.
ഇവിടെ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് പൈ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പൈക്ക് 3.14 എന്നുള്ള വാല്യൂ യൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ടതാണ്. നമുക്ക് നോക്കിയാലോ. ഇവിടെ ഇപ്പൊ നമുക്കറിയാം ഒരു സർക്കിളും ഉണ്ട്, അതേപോലെ ഒരു സ്ക്വയറും ഉണ്ട് ആണല്ലോ. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം, സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പൊ ഈ രണ്ട് സംഭവം കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഏരിയാസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ദ പോളിഗൺ. അപ്പൊ ഇവിടുത്തെ പോളിഗൺ ഏതാണെന്ന് മനസ്സിലായോ? സ്ക്വയർ ആണ്. സോ വി ഹാവ് ഐഡന്റിഫൈഡ് ദ പോളിഗൺ. പോളിഗൺ ഏതാന്നുള്ള കണ്ടുപിടിച്ചു, കാരണം 4 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. സോ ദിസ് ഇസ് എ സ്ക്വയർ. അപ്പൊ ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് സർക്കിളിൻ്റെത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാം. സോ വി നോ ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി ദ ഡയമീറ്റർ അല്ലെ. അപ്പൊ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 സെന്റിമീറ്റർ. ഇത് ഓൾറെഡി നമ്മുടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയമീറ്റർ അറിയാമെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. d/2 ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ആൻഡ് ഏരിയ വി ഗെറ്റ് ഇറ്റ് ആസ് ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറയുന്നത് 3.14 ആണ് ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. സോ 3.14 ഇൻറ്റു 4 ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് 12.56 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ദ സർക്കിൾ. Now we need to find the area of the square. Area of the square എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ക്വയർ നോക്കാൻ അറിയാം. ഇതെന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിന്റെ ഡയഗണൽ ആണ് അല്ലെ. ദാറ്റ് ഇസ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മൾ സർക്കിൾ എടുക്കുവാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ ആണ്. സർക്കിളിന്റെ ഡയമീറ്ററും സ്ക്വയറിന്റെ ഡയഗണലും തെറ്റിപ്പോലെ ഡയഗണൽ, അതായത് ഓപ്പോസിറ്റ് സൈഡ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ ആണല്ലോ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ക്വയറിന്റെ കേസിൽ അത് ഡയഗണൽ ആണ്. Diagonal of square എന്ന് പറയുന്നത് 4 centimeter. And we have learned an equation to find the area of a square when we know the diagonal. Half into d square ചെയ്താൽ മതി. അപ്പം സൈഡ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ സൈഡ് സ്ക്വയർ ചെയ്യും. ദാറ്റ് ഇസ് a square. ഇപ്പൊ 4 സെന്റിമീറ്റർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ 4 into 4 നമ്മൾ 16 കിട്ടും. പക്ഷെ ഇത് ഡയഗണൽ ആണ്. ഡയഗണൽ തരുമ്പോൾ ഹാഫ് ഇൻറ്റു d സ്ക്വയർ ആണ് ഇക്വേഷൻ ടു ബി യൂസ്. സോ d സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 square 16/2 8 centimeter. We get the area of square as 8 centimeter. Now ഇതും കൊണ്ട് നിർത്താൻ പറ്റുമോ? പറ്റില്ല. We have to find the difference. So difference between areas എന്ന് പറയുന്നത് the higher value minus lower value. So 12.56 minus 8 centimeter and we get it as 4.56 അല്ലേ. 4.56 സെന്റിമീറ്റർ സ്ക്വയർ. ശ്രദ്ധിക്കുക, യൂണിറ്റ് ഉണ്ട്, അപ്പം സെന്റിമീറ്റർ തന്നെ ഇട്ട് പോവുക. അണ്ടർസ്റ്റുഡ്? Now let's see another question. Find the difference between the areas of the circle and the polygon up to 2 decimal places. അപ്പം ഇവിടെ നമുക്ക് ആദ്യം പോളിഗൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? പോളിഗൺ ആദ്യം ഒരു സർക്കിൾ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇത് ഏത് പോളിഗൺ ആണ് കണ്ടുപിടിക്കണം. എത്ര സൈഡ് ഉണ്ട്? ജസ്റ്റ് കൗണ്ട് ദ സൈഡ്സ്. 1 2 3 4 5 6 സൈഡ് ഉണ്ട്. അപ്പം ഇത് എന്താണ്? ഒരു ഹെക്സഗൺ ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് സർക്കിൾ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ഹെക്സഗൺ. ഈ രണ്ട് കാര്യം കണ്ടുപിടിച്ചിട്ട് അത് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ മുമ്പത്തെ പോലെ തന്നെ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് നത്തിങ് ബട്ട് 4 centimeter. അതിൽ നിന്ന് റേഡിയസ് കിട്ടും. r is equal to d/2, half of radius, which is equal to 4/2 equal to 2 centimeter. And what is the area? Is equal to pi r square, which is equal to 3.14 into 2 square is 4. മുമ്പത്തെ പോലെ തന്നെ വാല്യൂ 12.56 centimeter square കിട്ടും. Now what is the area of hexagon? ഞാൻ പറഞ്ഞു മിഡിൽ നിന്ന് നമ്മൾ വേർട്ടെക്സ് നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് 1 ട്രയാങ്കിൾ ആണല്ലോ. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഹെക്സഗന്റെ കേസിൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പം ഇക്വിലാറ്ററൽ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡു യു നോ ദ ഇക്വേഷൻ? അതിനൊരു ഇക്വേഷൻ ഉണ്ട് കണ്ടുപിടിക്കാൻ. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4 a സ്ക്വയർ ആണ്. വേർ a ഇസ് ദ സൈഡ്. അപ്പം ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതായത് മൊത്തം 4 ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു ഹെക്സഗന്റെ
ഡയഗണൽ ആണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡ് വരെയുള്ളതാണ് 4 സെന്റിമീറ്റർ. അതിന്റെ ഹാഫ് എത്ര 2 വരും. സോ ദിസ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ് 2 ആണ്. സോ ദാറ്റ് ഇസ് √3/4 ഇൻറ്റു എ എന്ന് പറയുന്നത് 2 സ്ക്വയർ. അപ്പൊ 4 വരും. യു ഗെറ്റ് ഇറ്റ് as √3. പക്ഷെ ഈ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ പോലെ നമുക്ക് എത്ര എണ്ണം കിട്ടും? 6 എണ്ണം കിട്ടും. സോ ഏരിയ ഓഫ് എ ഹെക്സഗൺ എന്ന് പറയുന്നത് ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ കൂടെ ഇൻറ്റു 6 ചെയ്യുക. അണ്ടർസ്റ്റുഡ്? സോ 6 ഇൻറ്റു ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ 6 √3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ആൻഡ് √3യുടെ വാല്യൂ നമ്മളിവിടെ 1.73 സ്റ്റാൻഡേർഡ് ആണ്. 1.73 മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 10.38 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ഇസ് ദിസ് ഓൺലി ഇനഫ്? നോ, നമുക്ക് ബാക്കിയും കൂടെ കണ്ടുപിടിക്കണം. ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമ്മളിവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ്, ഡിഫറൻസ് ഇൻ ഏരിയാസ് എന്ന് പറയുന്നത് 12.56 minus 10.38. What will be the final answer? It is something right 2.18 centimeter square. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇവിടെ നമുക്ക് ഹെക്സഗണിന്റെ മാത്രമേ ഉള്ളൂ ഇച്ചിരി കൺഫ്യൂഷൻ വന്നത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഹെക്സഗണിനെ നമ്മൾ ഓരോ മുമ്പത്തെ പോലെ ഓരോ വേർട്ടീസസ് ആയിട്ട് നമ്മളൊന്ന് എന്താ പറയാ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സിമ്പിൾ ട്രയാങ്കിൾ അല്ല, അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഹെക്സഗണിന്റെ എപ്പോഴും കണ്ടുപിടിക്കുക. അത് സ്റ്റാൻഡേർഡ് വേ ആണ്. ഇപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 a സ്ക്വയർ ആണ്. ആ √3/4 a സ്ക്വയറിന്ന് എ എന്ന് പറഞ്ഞ സൈഡ് എന്ന് പറഞ്ഞ 2 ആണ്. അപ്പം അതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3 കിട്ടി. പിന്നെ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ? അപ്പൊ അത് ഓരോന്നും ജോയിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇവിടുന്ന് വരുന്നു, ഇത് ഇവിടുന്ന് വരുന്നു. അപ്പം 1 2 3 4 5 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ 6 ഇൻറ്റു ഏരിയ ഓഫ് 1 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ചെയ്തത്. അപ്പൊ അതിന് 6√3 കിട്ടി. ഇനി √3യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1.73 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതും കൂടെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടും. ഇപ്പൊ √3യുടെ വാല്യൂ √2ന്റെ വാല്യൂ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. √2ന്റെ വാല്യൂ എന്താണ്? √2 എന്ന് പറയുന്നത് 1.414 ആണ്. അപ്പൊ അപ് ടു 3 ഡെസിമൽ പ്ലേസ് എങ്കിലും അറിയാം. √3യുടെ വാല്യൂ 1.732. അപ്പൊ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? പിന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. The picture shows the circles through the vertices of a square and a rectangle. Compute areas of the circle. നമുക്കിപ്പം ആദ്യത്തെ പടം എന്ന് പറയുന്നത് സർക്കിളും സ്ക്വയറും തമ്മിലുള്ളതും. സെക്കൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പേജിലാക്കിയേക്കാണ് സർക്കിളും റെക്ടാങ്കിളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ ഓഫ് ദ സർക്കിൾ ആണ് വേണ്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അതായത് നമുക്കറിയാം ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഡയഗണൽസ് ജോയിൻ ചെയ്യുമ്പോൾ this is actually the സർക്കിളിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുന്നതാണ്. ആൻഡ് വി ക്യാൻ കോൾ ദാറ്റ് ലൈൻ as a diameter ആണല്ലോ. ഇതിപ്പോ ഞാൻ എ, ഇത് ബി, ഇത് സി ആണെന്നുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡയഗണൽ ഓഫ് ദി സ്ക്വയർ ആണല്ലോ. സ്ക്വയറിന്റെ ഡയഗണൽ ആണ്, വിച്ച് ഇസ് സെയിം ആസ് ദി ഡയമീറ്റർ ഓഫ് ദി സ്ക്വയർ. സോറി, വിച്ച് ഇസ് സെയിം ആസ് ദി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. കാര്യം സെന്റർ കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിന്റെ 2 അറ്റം കൂട്ടിമുട്ടുന്ന ലൈനാണ്. അത് തന്നെയാണ് ഡയഗണൽ ഓഫ് ദ സ്ക്വയറും. അപ്പൊ നമുക്ക് എ സി കണ്ടുപിടിക്കാമല്ലോ യൂസിങ് ദ പൈതഗോറസ് തിയറം. റൂട്ട് ഓഫ് ഈ സൈഡും 3 ആണ്. കാര്യം സ്ക്വയർ ആണല്ലോ. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ which is equal to root of 3 square is 9 plus 9 which is equal to root 18 which is equal to root of 9 into 2 which is equal to 3√2 centimeter. അപ്പൊ നമുക്ക് ഇനിയും സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം πr സ്ക്വയർ ആണ്. അപ്പൊ എന്തായാലും റേഡിയസ് വേണം അല്ലെ. അപ്പൊ നമുക്കിപ്പോ ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ACN ആണല്ലോ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ ഇസ് ഇക്വൽ ടു AC ഇസ് ഇക്വൽ ടു 3√2 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് റേഡിയസ് എന്ന് പറയുന്നത് 3√2/2 ആണല്ലോ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു πr സ്ക്വയർ. ഇപ്പൊ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. π ഇൻറ്റു 3√2/2 ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? π ഇൻറ്റു 3 സ്ക്വയർ 9
റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ ഇസ് 2 ഡിവൈഡ് ബൈ 2 സ്ക്വയർ എന്താണ് 4 വരും. അപ്പൊ ഇവിടെ നിന്ന് 1 ഇവിടെ 2 വരും. ദാറ്റ് ഇസ് 9/2 ഇസ് 4.5 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഏരിയ കിട്ടുക. ഇവിടെ ഞാൻ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഇടുന്നുള്ളൂ. ഇഫ് യു വോണ്ട് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് 3.14 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. മുമ്പത്തെ ക്വസ്റ്റിലാണ് കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ഡെസിമലിലെ ഫൈനൽ ആൻസർ കിട്ടാവൂ. ഇവിടെ അങ്ങനൊന്നും പറയാത്തോണ്ട് നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ ലീവ് ഇറ്റ് ഇൻ ദിസ് വേ. അപ്പൊ ഇനി അടുത്ത റെക്ടാങ്കിളിന്റെ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ഇവിടെയും റെക്ടാങ്കിളിന്റെ വരുമ്പോൾ തന്നെ ഒരു സൈഡ് 2 സെന്റിമീറ്ററും ഒരു സൈഡ് 4 സെന്റിമീറ്റർ എന്നും ഒരു സൈഡ് 2 സെന്റിമീറ്റർ എന്നും ഒരു സൈഡ് 4 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡയഗണൽ ഒന്ന് വരയ്ക്കാം. അപ്പം ഇത് എത്രയായിരിക്കും വരിക? അതായത് ഇപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി ആണെന്നുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നത് മുമ്പത്തെ പോലെ ഡയഗണൽ ഓഫ് ദ റെക്ടാങ്കിൾ ആണല്ലോ. ഇപ്പൊ ഡയഗണൽ ഓഫ് ദി റെക്ടാങ്കിൾ സെയിം ആസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. കാര്യം അത് സെന്റർ പോയിന്റിൽ കൂടെ നമ്മൾ സ്കെയിൽ വെച്ച് കറക്റ്റ് വരയ്ക്കുമ്പോൾ സെന്റർ ഓഫ് ദി സർക്കിളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദ ഡയഗണൽ ഓഫ് ദി റെക്ടാങ്കിൾ സെയിം ആസ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പൊ എത്രയായിരിക്കും എ സി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക? റൂട്ട് ഓഫ് 2 സ്ക്വയർ ഇസ് 4 പ്ലസ് 4 സ്ക്വയർ 16 റൂട്ട് 20 ആൻഡ് 20 എന്ന് പറയുന്നത് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 into 5 റൂട്ട് 4 is 2, അതായത് 2 റൂട്ട് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. നൗ ക്യാൻ യു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സർക്കിൾ? ഇവിടെ ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് ആൻഡ് യു നീഡ് റേഡിയസ്. ഇതിപ്പം ഡയമീറ്ററെ കിട്ടിയിട്ടുള്ളൂ അല്ലെ. അപ്പം ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2 റൂട്ട് 5 ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് 2 റൂട്ട് 5 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 5 സെന്റിമീറ്റർ. അത് ഇവിടെയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പൈ ഇൻറ്റു റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ. സോ റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ ഇസ് 5 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. Now let's see the next question. A wire 66 centimeter long is bent into a circle. അപ്പം ഈ 66 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറിനെ ബെൻഡ് ചെയ്ത് ഒരു സർക്കിൾ ആക്കി. ഇമാജിൻ ഒരു വയറുണ്ട്, അതിനെ ബെൻഡ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു സർക്കിൾ ആക്കി മാറ്റി. അപ്പൊ സർക്കിൾ ബെൻഡ് ചെയ്ത് മാറ്റുമ്പോൾ അതിന് ലെന്ത് നമ്മൾ വിളിക്കുമോ? ഇല്ല. അപ്പൊ ഈ 66 എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, നീളമുള്ള ഒരു വയർ, ആ വയറിനെ ബെൻഡ് ചെയ്ത് നമ്മൾ സർക്കിൾ ആക്കുമ്പം ആ ലെന്ത് തന്നെയാണല്ലോ നമ്മൾ വളച്ചൊടിച്ചൊരു സർക്കിൾ ആക്കുന്നത് അല്ലെ. ആ 66 സെന്റിമീറ്ററിനെ വളച്ചാണ് നമ്മൾ സർക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ആ സർക്കിളിന്റെ പെരിമീറ്റർ ആയിട്ട് വിളിക്കാൻ പറ്റും. സോ വി ക്യാൻ ഫൈൻഡ് ദ പെരിമീറ്റർ. റൈറ്റ്, the perimeter is equal to 66 centimeter തന്നിട്ടുണ്ട്. And we know the equation 2 pi r is equal to 66 centimeter. അതിൽ നിന്ന് r എന്ന് പറയുന്നത് എന്താണ്? 66 divided by 2 pi or 66 by 2 എന്ന് പറയുമ്പോഴത്തേക്കിനെ you will get it as 33 by pi. അപ്പൊ പൈ എന്ന് പറയുന്നത് 3.14 എന്ന് പറഞ്ഞ് വരും. നമുക്കിനി റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് ഏരിയ, വാട്ട് ഇസ് ദ ഏരിയ എൻക്ലോസ് വിത്തിൻ ഇറ്റ്? ദാറ്റ് ഇസ് സെയിം ആസ് ദി ഏരിയ ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. അപ്പൊ പൈ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പം 33 സ്ക്വയർ ബൈ 3.14 സ്ക്വയർ. 3.14 ഒന്ന് കട്ടായി പോയി. 33 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1089 കിട്ടും ഡിവൈഡ് ബൈ 3.14 ആൻഡ് അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ ആൻസർ 346.81 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പം നമ്മളൊരു ലോങ് വയർ ഉണ്ടായിരുന്നു, അതിനെ ബെൻഡ് ചെയ്ത് സർക്കിൾ ആക്കി. അപ്പൊ അത് പെരിമീറ്റർ ഒന്ന് മനസ്സിലാവും. അപ്പൊ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 pi r is equal to 66. അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാം. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. അവിടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ക്യാൻസൽ ആയി പോകും. നമ്മുടെ ഏരിയ ഓഫ് ദ സർക്കിളിൽ ഒരു പൈ ഉണ്ട്. അപ്പം ആ പൈ ഇൻറ്റു ആർ സ്ക്വയർ ചെയ്യുമ്പോഴത്തേന് ഒരു 3.14ഉം താരത്തെ 3.14ഉം ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ള 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ ഈ ആറിൽ ഇവിടെ തന്നെ നമ്മൾ ഇപ്പൊ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചുവാണെങ്കിൽ അവിടെ ഒരു ഡിവിഷൻ വരും. പിന്നെ വീണ്ടും ഇവിടെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും ഒരു കാൽക്കുലേഷൻ വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതിനകത്ത് എവിടെയെങ്കിലും ക്യാൻസൽ ചെയ്ത് സിമ്പിളായിട്ട് നമ്മുടെ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ സ്റ്റെപ്സ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഓക്കെ, അതുകൊണ്ടാണ് അവിടെ 3.14 ആയിട്ട് ലീവ് ചെയ്തത്. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേനും ഒന്ന് കട്ടായി പോയി. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ അപ്പം സിമ്പിൾ ഡിവിഷൻ ആയിട്ട് വരുമല്ലോ. സോ ഫൈനൽ ആൻസർ ഇസ് 346.81 സെന്റിമീറ്റർ സ്ക്വയർ. Now we have the last question. Suppose that the diameter of the circle in the picture is 18 centimeter. അപ്പം ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. It is 18 centimeter. What is the area of the green shaded part? ഈ green shaded പാർട്ടിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിക്കുന്നത്. How can you find? അപ്പൊ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ട് ആണല്ലോ. തന്ന ഡേറ്റ ഒന്ന് ആദ്യം എഴുതി വെക്കാം. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ. അതിൽ നിന്ന് റേഡിയസും കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 18/2, വിച്ച് ഇസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിച്ച് വെക്കാമല്ലോ. ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 9 സ്ക്വയർ ഇസ് 81 പൈ എന്ന് പറഞ്ഞിട്ട് വെക്കാമല്ലോ. 81 പൈ ഓർ പൈയുടെ വാല്യൂ ഞാനിപ്പം 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഐ ഗെറ്റ് ഇറ്റ് ആസ് 254.34 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിച്ചു. ഇനിയും യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി യുവർ സ്ക്വയർ ആണല്ലോ. സ്ക്വയറിന്റെ ഏരിയയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേ. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ഡയഗണൽ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആണല്ലോ. നമ്മൾ മുന്നേയും നേരത്തെ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു പോയിന്റ് മിസ്സായി പോയിക്കിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വേണം. ആ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാങ്കിളോ നമ്മുടെ സർക്കിളിനകത്താണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഡയഗണൽസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയഗണൽ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. So diagonal of square is equal to diameter of the circle, which is equal to 18 centimeter തന്നെയാണ്. Now we can find diagonal തന്നിട്ടുണ്ടെങ്കിൽ area of the square എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? half into d square, അതായത് half into 18 into 18. ഇവിടെ 9 വരും. 18 into 9 എത്ര? 162 centimeter square. Now does that enough? No, we need to find the area of the ഗ്രീൻ പാർട്ട്. അപ്പൊ ഗ്രീൻ ഷെയ്ഡഡ് പാർട്ടിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം റിങ്ങിന്റെ കണ്ടുപിടിച്ച പോലെ ബിഗർ മൈനസ് ലോവർ, അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ മൊത്തം ഏരിയയും വരും, അതിൽ നിന്ന് സ്ക്വയർ പാർട്ട് റിമൂവ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് ഗ്രീൻ പാർട്ട് കിട്ടുമല്ലോ. സോ ദ ബിഗർ ഇസ് 254.34 മൈനസ് 162. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? 4 ഹിയർ 3 2 1 9 92.34 എന്ന് കിട്ടും. സോ the area of this green part എന്ന് പറയുന്നത് 92.34 centimeter square എന്ന് പറഞ്ഞ് കിട്ടും. Understood? This is how you should approach the problem. അപ്പൊ നമ്മൾ കണ്ടു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് കണ്ടു, എങ്ങനെയാണ് ഏരിയ പ്രോബ്ലംസ് വരുന്നത്, അതിന്റെ ഒരു ഡിഫറെന്റ് വെറൈറ്റി ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ കണ്ടു. ഹൗ ദ പോളിഗൺ കണ്ടുപിടിച്ചിട്ട് അത് സർക്കിളുമായിട്ട് വരുന്നതും, പിന്നെ സർക്കിള് ഡയമീറ്റർ തന്നിട്ട് ഡയഗണലിൽ വെച്ചിട്ടുള്ളതും പോളിഗൺ തിരിച്ചു കണ്ടുപിടിക്കാനുള്ള എല്ലാ വേയും നമ്മൾ ചെയ്തിട്ടുണ്ട്. Now let's have a quick recap of what we have discussed. So we have seen area of the polygon എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തതാണ് half into the perimeter into length of the perpendicular from the center. Now when it comes to the circle, ആ area എന്ന് പറയുന്നത് it is half the product of its perimeter into radius ആണ്, because height എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സർക്കിളിൽ പറയാൻ പറ്റില്ല. And also we have reduced, അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുത്ത് നമ്മൾ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് ദ സർക്കിൾ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പോർഷൻ. ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് പൈ ടൈംസ് ദ സ്ക്വയർ ഓഫ് റേഡിയസ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തത്. സോ വി ഹാവ് സീൻ ഡിഫറെന്റ് പ്രോബ്ലംസ്. സോ കീപ് ഓൺ വർക്കിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ക്ലിയർ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് നല്ലതായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡിഫറെന്റ് പ്രോബ്ലംസ് കുറച്ചുകൂടെ ഒക്കെ ചെയ്ത് ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയോ എന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു. Manorama Horizon, learning made simple.